ഖുർആൻ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴേ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാഹ്, കാണാത്ത നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾക്ക് അതീതമായ, നമ്മുടെ കാഴ്ചക്കോ കേൾവിക്കോ ചിന്തകൾക്കോ അതിനൊക്കെ അപ്പുറത്ത് കിടക്കുന്ന, നമുക്ക് ഭൗതികമായി ചിന്തിച്ചാലോ എത്തിപ്പിടിക്കാനോ ഒരിക്കലും സാധിക്കാത്ത ചില വശങ്ങൾ വിശുദ്ധ ഖുർആനും പുണ്യനിബിധങ്ങളും പഠിപ്പിച്ചു തരുമ്പോൾ ആമന്നാ വസദ്ദഖ്നാ, ഞങ്ങൾ വിശ്വസിച്ചു അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ അനുസരിച്ചു പടച്ചവനെ എന്ന് പറയേണ്ടവരാണ് സത്യവിശ്വാസികൾ. ഖുർആനാണ്, പുണ്യനബിയുടെ അധ്യാപനങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് വിശ്വസിക്കണം. ചിലപ്പോൾ മനസ്സിലാവില്ല. പണ്ടൊരു കഥ പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പശുവിന്റെ പുറത്ത് ഒരാൾ സഞ്ചരിച്ച ചരിത്രം. അത് ഹദീസ് സ്വഹീഹായ ഹദീസാണ്. മുസ്ലിം എന്നവരും സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാവുന്ന ഹദീസാണിത്. പശുവിന്റെ പുറത്ത് കയറി സഞ്ചരിക്കുമ്പോൾ പശു അയാളോട് തിരിഞ്ഞ് സംസാരിച്ചു അത്രേ, മാ ഖുലിഖ്തു ലിഹാദാ, എന്നെ പടച്ചത് ഇങ്ങനെ യാത്ര ചെയ്യാനല്ല, നിങ്ങളുടെ കൃഷിയിൽ ഉഴുതാനും സഹായിക്കാനും ഒക്കെ എന്നെ ഉപയോഗിക്കാം, പക്ഷെ എന്റെ പുറത്ത് കയറി യാത്ര ചെയ്യേ, എന്നെ അതിനല്ലല്ലോ അള്ളാഹു പടച്ചത് എന്ന് പറഞ്ഞപ്പോ സദസ്സിലെ ചില ആളുകൾ അതതകല്ലമു ബഖറ, പശു സംസാരിക്കുകയോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ചത് നബി തങ്ങൾ ശ്രദ്ധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ആമൻതു ബിഹി അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും അത് വിശ്വസിച്ചു എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുമ്പോൾ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ആ സദസ്സിൽ ഇല്ലായിരുന്നു എന്നതാണ് അത്ഭുതം. അങ്ങനെ ഒരു പശു ഒരു മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചുവെന്ന് മുൻഗാമികളിൽ സംഭവിച്ചൊരു കഥ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത്ഭുതപ്പെട്ടവർക്ക് മറുപടിയായി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി ലഭിക്കുന്ന ഒരു പ്രവാചകർ ഒരു കാര്യം പറയുമ്പോൾ അവിടെ പിന്നെ അത് എങ്ങനെ എന്ന്, അതിന്റെ കൈഫിയത്ത് എങ്ങനെ എന്ന് ആലോചിക്കേണ്ടത് പോലുമില്ലാതെ ഒരു മുഅ്മിൻ വിശ്വസിക്കാൻ കടപ്പെട്ടവരാണ്. വരാൻ പോകുന്ന ചില ദുരന്തങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. വഅൻദറ നൂഹൻ ഖൗമഹു, സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം അവരുടെ അനുയായികളോട് ഒറ്റക്കണ്ണനായ മസീഹുദ് ദജ്ജാൽ വരുമെന്ന് കാവൽ ചോദിക്കാനും കരുതിയിരിക്കാനും സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം അവർക്ക് താക്കീത് ചെയ്തു. വഇമ്മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഖൗമഹു, ഏതൊരു നബിയും അവരുടെ സമൂഹത്തിന് മസീഹുദ് ദജ്ജാലിന്റെ വരവിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഇന്ന് ജൂതന്മാരുടെ ചില വീഡിയോകളും ടിക്ടോക്കുകളും ഒക്കെ കാണാൻ പറ്റും. അവരൊക്കെ മസേഹ, മസായ, മസീഹ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചില ആക്സന്റുകളിൽ വരാൻ പോകുന്ന ഒരു മസായയെ കുറിച്ച് അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെയും അങ്ങനെ ഒരാളുടെ ഒരു വീഡിയോ ശ്രദ്ധിച്ചു. അത് ഇംഗ്ലീഷിലാണ് പറയുന്നത്. വെയിലിംഗ് വാൾ എന്ന് പറയുന്ന മസ്ജിദുൽ അഖ്സയുടെ, മസ്ജിദുൽ അഖ്സ കുന്നിന്റെ മുകളിലാണല്ലോ, അതിന്റെ താഴ്ഭാഗം ജൂതന്മാരുടെ ആരാധനാ സ്ഥലമാണ്. അതായത് മസ്ജിദുൽ ബുറാഖ്, ബുറാഖ് എന്ന വാഹനത്തെ, ആ മൃഗത്തെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് വന്നപ്പോൾ കെട്ടിയിട്ടിരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു മസ്ജിദുൽ ബുറാഖ് എന്ന് പറഞ്ഞ് ചെറിയൊരു പള്ളിയുണ്ട്. താഴേക്ക് ഇറങ്ങിയാൽ ഒരു 10-20-30 സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ കിട്ടുന്ന ഒരു പള്ളിയുണ്ട്. അവിടെ ഒരു ഹലഖത്തുണ്ട്, ഒരു ഇരുമ്പിന്റെ വട്ടക്കണ്ണിയുണ്ട്. അവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത് എന്നാണ് അതിന്റെ അടയാളം. ആ കൊച്ചു പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ബുറാഖ്. ആ മസ്ജിദുൽ ബുറാഖിന്റെ ബാക്ക് ഭാഗം ജൂതന്മാർ തലകുത്തിവെച്ച് കരയുന്ന ഒരു സ്ഥലമാണ്. വെയിലിംഗ് വാൾ എന്ന് പറയും, വിലാപ ഭിത്തി എന്ന് പറയും. അവരവിടെ വന്ന് കരയില്ല. ജൂതന്മാരുടെ റബ്ബായമാർ, അവരിലെ വിദ്യാർത്ഥികളും അവരെ മുത്തഅല്ലിമീങ്ങളും ഒക്കെ ബൈബിൾ കൊണ്ടുവന്ന്, ഓൾ ടെസ്റ്റമെന്റ്, തെൽമൂദ് കൊണ്ടുവന്ന് വായിച്ചവിടെ നിന്ന് കരയും. ചിലരൊക്കെ കടലാസിലൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് ഈ മസ്ജിദുൽ അഖ്സയുടെ ചുമരിന്റെ കല്ലിന്റെ ഇടയിൽ ഇങ്ങനെ കുത്തി. ആയിരക്കണക്കിന് കടലാസിന്റെ ചുരുളുകൾ നമുക്ക് ഈ കല്ലിന്റെ ഇടയിൽ കാണാൻ പറ്റും. അത് അവരുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. അതിന് കുറച്ചും ഉത്തരം തരുന്ന അവരുടെ വിശ്വാസം.
ഞങ്ങൾക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അൽ ഹൈക്കൽ സുലൈമാനി എന്നവർ പറയുന്ന ദ ടെമ്പിൾ ഓഫ് സോളമൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മസ്ജിദ് എന്നാണ് ഇതിന്റെ അർത്ഥം. അത് സംരക്ഷിക്കാനോ അത് പുനരുദ്ധാരണം ചെയ്യാനോ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് അവർ കരയുന്ന സ്ഥലമാണ് ഈ വിലാപഭിത്തി. അവിടെ നിന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു വീഡിയോ ചെയ്തു. ജൂതനാണ്, അവരുടെ തലമുടിയുടെ ശൈലി കണ്ടാൽ മനസ്സിലാകും ഒരു ജൂത പണ്ഡിതനാണ്. അദ്ദേഹം ലോകത്തുള്ള സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ നടക്കുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളും വെറുതെയല്ല, ഇത് മസീഹായുടെ വരവിന്റെ തുടക്കമാണ്. അതുകൊണ്ട് മസീഹ വന്നാൽ നമുക്ക് വിജയമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന്റെ അനുയായികളോട് അദ്ദേഹം പറയുന്ന ഒരു 4 മിനിറ്റ് നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ലോകത്ത് അങ്ങനെ ഒരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. എപ്പോഴേ ഏത് സമയം മസീഹ് ദജ്ജാൽ വരും, അല്ലെങ്കിൽ മംസൂഹുൽ ഐൻ, ഒരു കണ്ണ് ഇല്ലാതെ കണ്ണ് തേഞ്ഞു പോയ പോലെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈസാ നബിയെ കുറിച്ച് മസീഹ് എന്ന് പറയും. അത് രോഗികൾക്ക് കൈകൊണ്ട് തടവി കൊടുക്കുമ്പോൾ ഈസാ നബിയുടെ കൈകളിൽ അല്ലാഹു ശിഫാഇന്റെ കാരണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കണ്ണില്ലാത്ത ആളുടെ ദേഹത്തെ മുഖത്ത് ഈസാ നബി കൈകൊണ്ട് തടവിയാൽ അയാൾക്ക് കണ്ണ് ലഭിക്കുമായിരുന്നു. ആ മാസിഹ് എന്ന വാക്കിൽ നിന്നാണ് മസീഹ് ഇബ്നു മറിയം, മറിയം ബീവിയുടെ പുത്രൻ മസീഹ് ഈസാ നബി അലൈഹിസ്സലാം. മസീഹ് ദജ്ജാൽ എന്ന് പറയുന്നത് മംസൂഹ്, അൽ മബ്നിയു ലിൽ മഫ്ഊൽ, മുതഅല്ലിമീങ്ങളുണ്ട്. മംസൂഹിൽ നിന്നാണ് മസീഹ്. മസീഹ് ദജ്ജാലിന്റെ മസീഹ് മംസൂഹിൽ നിന്നാണ്. ഈസാ ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയം എന്ന് ഖുർആൻ പറഞ്ഞ ആ ഈസാ നബി അലൈഹിസ്സലാം, അത് മിനൽ മബ്നിയു ലിൽ ഫാഇൽ, മാസിഹിൽ നിന്നുള്ളതാണ് ആ മസീഹ്. ഏതായിരുന്നാലും മസായ എന്നിവർ പറയുന്ന മസീഹു ദജ്ജാൽ അവരുടെ സേവിയർ ആണെന്ന് പറയാം, അവരുടെ രക്ഷകനാണെന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്ത ഒരു കാര്യം നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഈ ഉമ്മത്തിന് ചില ഉണർത്തലുകൾ ആവശ്യമാണ്. ഫിത്നകളുടെ, പരീക്ഷണങ്ങളുടെ ഹദീസുകളിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം അനുവദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലെങ്കിൽ നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ആ വിഷയത്തെ സംബന്ധിച്ചൊന്ന് പ്രബലമായ ഹദീസുകൾ വെച്ച് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അത് ഇന്നതാണ് എന്ന് ഹദീസിൽ പരാമൃഷ്ടമായ കാര്യങ്ങളെ നമ്മൾ അറിയാത്തതുമായി ബന്ധിപ്പിക്കാൻ പാടില്ലെന്നാണ്. ഹദീസിനെ ഹദീസ് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ആ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന കാലമേതോ അതാണ് നബി തങ്ങൾ പറഞ്ഞ കാലം. അത് ഇന്നാണ് നാളെയാണ് ഇതൊന്നും നമുക്ക് പറയാൻ പാടില്ല. ഇന്നതാ നബി തങ്ങളോട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് നമ്മുടെ കാലത്തുള്ള ഒരു സംഭവത്തെ ബന്ധപ്പെടുത്തി അറിയാത്തതിനെ അറിവില്ലായ്മയിലൂടെ അതിനെ ബന്ധിപ്പിക്കുകയും പാടുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ അത്തരം ചില ഹദീസുകളിലൂടെ നമ്മൾ ചില ചർച്ചകൾ നടത്തുകയാണ്. നമുക്കൊരു ഉത്ബോധനം ആവശ്യമാണ്. കാരണം ലോകത്തിന്റെ നാനാഭാഗത്തും ഇയാള് വന്നെത്തുമെന്നും സഞ്ചരിക്കുമെന്നും, വലതുഭാഗത്തും ഇടതുഭാഗത്തും അയാൾ വെലസി നടക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അവന്റെ കാലെത്താത്ത ഒരു നഗരമോ ഗ്രാമമോ ഉണ്ടാവുകയില്ല. ഗൈറ മക്കത വ ത്വയ്ബ, മക്കയും മദീനയും ഒഴികെ. മദീനയുടെ പേരാണ് ത്വയ്ബ അല്ലെങ്കിൽ ത്വാബ. ഈ 2 സ്ഥലങ്ങളിൽ പിന്നെ 4 മസ്ജിദ്, ഒന്ന് മസ്ജിദുൽ ഹറാം, അൽ മസ്ജിദുൻ നബവി, അൽ മസ്ജിദുൽ അഖ്സ, പിന്നെ മസ്ജിദുൽ തൂർ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കിതാബിൽ ലഭിച്ച മസ്ജിദുൽ തൂർ, സീനാമലയുടെ മുകളിലുള്ള ഒരു കൊച്ചു മസ്ജിദ് ഉണ്ട്. ഇന്ന് അവിടെയുള്ള മസ്ജിദാണ് മസ്ജിദുൽ തൂർ. ഈ 4 സ്ഥലങ്ങളിലൊഴികെ ബാക്കി എല്ലായിടത്തും അവൻ എത്തും. അവന്റെ അനുയായികളിൽ വലിയൊരു വിഭാഗം സ്ത്രീകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഫഹാനിലെ ജൂതന്മാരാണ് 60,000 വരുന്ന കോട്ട് ധരിച്ച പ്രത്യേകമായ വസ്ത്രവിധാനമുള്ള ഇറാനിലെ അസ്ഫഹാനിലെ, അസ്ബഹാൻ എന്ന ഹദീസിൽ പറഞ്ഞ ഇടം ഇസ്ഫഹാനാണ്. അവിടുത്തെ 60,000 ജൂതന്മാർ അവന്റെ കൂടെയുണ്ടാകുമെന്നൊക്കെ പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ ആകാശത്തൊരു മേഘം കാണുന്നു. വീട്ടിലേക്ക് ഓടിക്കയറി, പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി. പുണ്യനബി തങ്ങൾ പേടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ എന്തിനാണ് അങ്ങ് ഇങ്ങനെ പേടിക്കുന്നത്? അതൊരു മേഘമല്ലേ എന്ന് ചോദിച്ചു. യാ ആയിഷ മാ യുഅമ്മിനുനി അൻ യകൂന ഫീഹി അദാബ്. ആ ഒരു മേഘത്തിനുള്ളിൽ അല്ലാഹുവിൻ്റെ അദാബ് ഇല്ല എന്ന് നമുക്കെന്തറിയാം? ആദ് സമൂദുകൾക്ക് ഇങ്ങനെ മേഘപടലം കണ്ടപ്പോൾ അവർ പറഞ്ഞു സഹാബും മുംതിർ, മഴ പെയ്യാൻ പോകുന്ന മേഘമാണെന്ന്. പക്ഷേ അത് മേഘമായിരുന്നില്ല, അദാബായിരുന്നു. അദാബാണോ എന്ന് നബി തങ്ങൾ പേടിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് എപ്പോഴും അള്ളാഹുവിൻ്റെ അദാബ് വരുമോ എന്ന് പേടിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അന്ത്യനാളിനോട് അടുത്തു വരുന്ന സമയത്ത് വരാൻ പോകുന്ന മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്നത് നമ്മൾ പേടിക്കാനല്ല, ചില കാര്യങ്ങൾ കരുതിയിരിക്കാനാണ്. ചില വിഷയങ്ങളെ എങ്ങനെ നമ്മൾ സമീപിക്കണമെന്ന വളരെ വലിയ സാരോപദേശം ഈ ചർച്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ വെറുതെ ചിന്തിക്കുക, എന്തിനാ ഇപ്പം നമ്മളത് ചർച്ച ചെയ്യുന്നത്? അതായിട്ടില്ലല്ലോ, അതാവുമ്പോഴല്ലേ, അത് വരുമോ എന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ മുഅ്മിനീങ്ങൾ പറയില്ല. യുഅ്മിനൂന ബിൽ ഗൈബ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ പുണ്യനബി തങ്ങൾ തന്ന അതേ ഗൗരവത്തോടുകൂടെ നമ്മളത് മനസ്സിലാക്കണം. ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മദീനയിൽ പ്രവചനങ്ങൾ നടത്തിയപ്പോൾ അയാൾ മസീഹുദ് ദജ്ജാൽ ആണോ എന്നൊരു കിംവദന്തി, ഒരു റൂമർ മദീനയിൽ പരക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരും ഈ ഇബ്നു സയ്യാദിനെ കാണാൻ വേണ്ടി ചെന്നതും അത് മസീഹുദ് ദജ്ജാൽ അല്ല എന്ന് തെളിയിച്ചു കൊടുത്തതും പരിശുദ്ധ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡീറ്റെയിൽസ് നബി തങ്ങൾ തന്നിട്ടുണ്ട്. ഇവൻ ആരാണ്? ചിലരൊക്കെ അതൊരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഒരു ഇമ്രാൻ ഹുസൈൻ എന്ന് പറയുന്ന ഒരു പ്രായമുള്ളൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ ആണ് ഇപ്പോൾ താമസം എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ചില വീഡിയോസൊക്കെ ഇംഗ്ലീഷിൽ കാണാൻ പറ്റും. ചില ചെറുപ്പക്കാരെങ്കിലും ആവേശത്തോടു കൂടെ അതൊക്കെ കേൾക്കും. പക്ഷെ അതിലൊക്കെ അദ്ദേഹം വ്യാഖ്യാനം ചെയ്ത ചില വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഹദീത്തിൻ്റെ നസ്സുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭയങ്കരമായ അബദ്ധമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ വെറുതെ അങ്ങ് വിശ്വസിക്കും. 40 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അത് 4 നൂറ്റാണ്ടുകളിലേക്കുള്ള സൂചനയാണ്, 40 കൊല്ലങ്ങളെ സൂചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് കൊളോണിസത്തിൻ്റെയും ഇമ്പീരിയലിസത്തിൻ്റെയും കാലഘട്ടങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തി മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, ഒരു കാലമാണ് എന്നൊക്കെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറേ ചെറുപ്പക്കാർ അത് കാണാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ, ഹദീത്തിൻ്റെ വചനങ്ങളെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ പാടുള്ളതല്ല. അത് വഹ്യാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ, അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന അറിവുകളല്ലാതെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സ്വയിഷ്ടപ്രകാരം സംസാരിക്കാറില്ല. ഫിത്നകളെ സംബന്ധിച്ച് പറയുന്നത്, ഫിത്നകൾ വരുമ്പോഴാണ് സത്യവിശ്വാസിയായ മുഅ്മിൻ ആരാണ്, അല്ലാത്തവരാരാണ് എന്ന് മനസ്സിലാവുന്നത്. അത്ഭുതങ്ങൾ ഒരുപാട് ലോകത്ത് നടക്കും. പല ആളുകളുടെ കരങ്ങളിലൂടെയും പല മാജിക്കുകളും ലോകത്ത് നടക്കും. ചിലക്ക് ജിന്ന് അല്ലെങ്കിൽ ശൈത്താൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പലതും അവർക്ക് പറയാനും ചെയ്യാനൊക്കെ പറ്റും എന്ന് വിചാരിച്ച് അവരങ്ങ് നല്ലവരാണെന്നോ അല്ലെങ്കിൽ അവർ പുണ്യവാളന്മാരാണെന്നോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവരിൽ ദീനുണ്ടോ, ശരീഅത്തുണ്ടോ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവരാണോ, ശരീഅത്തിനെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ ഇല്ലയോ, ഇത് നോക്കാതെ അത്ഭുതം കണ്ടിട്ടൊന്നും ആരെയും സ്വീകരിക്കുകയോ തള്ളുകയോ കൊള്ളുകയോ പാടില്ലെന്നാണ് നമ്മുടെ ശരീഅത്തിൻ്റെ നിയമം. അത്ഭുതങ്ങൾ ശൈത്താന്മാരുടെ സഹായം കൊണ്ടും ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങൾ പിശാചിൻ്റെ സേവ ചെയ്തിട്ട് ആളുകൾ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് അത്ഭുതങ്ങൾ കാണുന്നിടത്തല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ ഫിത്നയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ഗൗരവത്തോടെ നോക്കി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണിത്. സിഹർ ചെയ്യുന്ന ആളുകൾ, മാരണം ചെയ്യുന്ന ആളുകൾ ഒരുപാട് വർദ്ധിച്ച ഒരു കാലഘട്ടമാണിത്. ചില ആളുകളൊക്കെ നേരെ മുഖത്ത് നോക്കി, നിനക്ക് ഇന്നലെ ഒരു 2000 രൂപ നഷ്ടമായില്ലേ? അതെ. നിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയില്ലേ? അതെ. നിൻ്റെ കാലം മുറിഞ്ഞിരുന്നില്ലേ 4 മാസം മുമ്പ്? അതെ. എന്നാൽ പിന്നെ അയാൾ പടച്ചോനായ ആൾക്ക്. ഇത് പിശാചിന് ചെയ്യാൻ പറ്റും.
നല്ലവരായ ജിന്നുകളുണ്ടെങ്കിൽ അവർക്കും പറ്റും പറഞ്ഞു കൊടുക്കാൻ. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്ന അറിവുകൾ പിശാച്ചുകളിലൂടെയോ ജിന്നുകളിലൂടെയോ അത്തരം കഴിവുകളുള്ള സിദ്ധിയുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് കൊണ്ടൊന്നും അവർ പറയുന്നതോ അവർ ചെയ്യുന്നതോ മുഴുവൻ ശരിയാണ് എന്ന് സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകരുത്. കാരണം അവരിൽ ശരീഅത്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കുക. പുണ്യനിബിധങ്ങളും വിശുദ്ധ ഖുർആനും ദീനിൻ്റെ അയിമ്മത്തുകളും പറഞ്ഞ ശരീഅത്തിന്റെ നിയമങ്ങളിൽ അവരെങ്ങനെയാണ് നിൽക്കുന്നത്. നിസ്കാരമില്ല, കള്ളുകുടിക്കുന്നുണ്ട്, പലിശയുടെ ഏർപ്പാടുകളുണ്ട്, ആളുകളെ വഞ്ചിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ ഈ അത്ഭുതങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് വിശ്വസിക്കണോ? കൂടെ പോകാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. സ്വഹാബികളിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലൊരു പ്രശ്നമുണ്ടായ കാലം ജമൽ യുദ്ധം നടന്നു. വേറെയും യുദ്ധങ്ങളുണ്ടായി. സ്വഹാബികളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ഇവിടൊക്കെ രണ്ട് പക്ഷത്തും ചേരാതെ ന്യൂട്രലായിട്ട് നിന്ന ഒരു വലിയ സമൂഹം സ്വഹാബികളിൽ ഉണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും വിഷയത്തിൽ ഒരു യുദ്ധം നടന്നപ്പോൾ ഒരുപാട് സ്വഹാബിമാർ മൗനം പാലിച്ചു നിന്നു. അലി തങ്ങളുടെ ഭാഗത്തും കൂടിയില്ല, മുആവിയ തങ്ങളുടെ ഭാഗത്തും കൂടിയില്ല. അങ്ങനെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ അപ്പോൾ ചില സ്വഹാബിമാർ എഴുന്നേറ്റു. അവർ പറഞ്ഞു, ഞങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്താണ്. അവർ ഇജ്തിഹാദ് ചെയ്ത് ഫഅസ്വാബ, സത്യം കണ്ടെത്താൻ കഴിഞ്ഞ ആളുകൾക്ക് രണ്ട് കൂലിയുണ്ടെന്നും ഇജ്തിഹാദ് ചെയ്യുകയും എന്നാൽ അവർക്ക് തെറ്റുപറ്റുകയും ചെയ്ത ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ അവർക്ക് ഒരു കൂലിയുണ്ടെന്നും എന്നാണ് അഹ്ലുസുന്നത്തിൻ്റെ അഖീദ. നമ്മുടെ വിശ്വാസം അതാണ്. അവർ പിഴച്ചുവെന്നോ അവർ ദീനിൽ നിന്ന് പുറത്തുപോയെന്നോ ഒരിക്കലും സ്വഹാബികളെ സംബന്ധിച്ച് അവരുടെ മനാഖിബിന് കളങ്കം വരുത്തുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ലെന്ന. യുദ്ധം നടന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. അവർ തമ്മിൽ നടന്നൊരു ഇജ്തിഹാദിൻ്റെ വിഷയമാണത്. പക്ഷേ അമ്മാറേ തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, അമ്മാറേ നിങ്ങളെ അതിക്രമം ചെയ്യുന്ന അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ വധിക്കുമെന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട്, അതിക്രമികളായ ഒരു വിഭാഗം ആളുകൾ അമ്മാറേ നിങ്ങളെ കൊല്ലും, നിങ്ങൾ അങ്ങനെയാണ് മരിക്കുന്നത് എന്ന് അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട്, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരുന്നു. അപ്പോൾ മനസ്സിലായി അമ്മാർ എന്നവർ ഷഹീദായത് മുആവിയ തങ്ങളുടെ സൈന്യത്തിൻ്റെ ഇടപെടൽ കാരണമാണ്. അമ്മാർ എന്നവർ അലി തങ്ങളുടെ പക്ഷത്തായിരുന്നു. അലി തങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന അമ്മാർ എന്നവരെ മുആവിയ തങ്ങളുടെ സംഘം വധിച്ചു കളഞ്ഞപ്പോൾ സ്വഹാബികൾ എഴുന്നേറ്റു. അമ്മാർ എന്നവരുടെ മരണം സംഭവിക്കുന്നത് അതിക്രമികളായ അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അരൽപ്പം തെറ്റുപറ്റിപ്പോയ ആളുകളുടെ കരങ്ങളാലാണ്. അത് മുആവിയ തങ്ങളുടെ പക്ഷമാണ്. അങ്ങനെ സ്വഹാബിമാർ അലി തങ്ങളുടെ പക്ഷത്തേക്ക് എഴുന്നേറ്റ് നിന്നു. എന്തേ? ഒരു ഫിത്ന നടക്കുമ്പോൾ എവിടെയാണ് സ്വവാബ്, എവിടെയാണ് ഖത്അ, എവിടെയാണ് സത്യം, എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. ഹക്ക് വെളിവാവുകയാണ് ഉണ്ടായത് അവിടെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മസീഹുദ്ദജ്ജാലിൻ്റെ ഈ മസീഹയുടെ വരവിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ സംസാരിക്കുന്നുണ്ട്, ജൂതന്മാർ പറയുന്നുണ്ട്, നമ്മുടെ ഉസ്താദുമാർ ദാഇമാർ പ്രബോധനം ചെയ്യുന്ന ആളുകളും ഉത്ബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ നമ്മുടെ കാലഘട്ടം അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന നൂറ്റാണ്ടുകളിൽ അവൻ്റെ വരവുണ്ടാകുമ്പോഴേക്കും നമുക്ക് ഉത്തമമായ ബോധ്യത്തോടു കൂടിയായിരിക്കണം. ശുദ്ധ ഹബീബ് നബി തങ്ങൾ പറഞ്ഞു, സലാസുൻ ഇദാ ഖറജൻ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. 3 വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, 3 പ്രധാനപ്പെട്ട അടയാളങ്ങൾ കാണപ്പെട്ടു കഴിഞ്ഞാൽ അതുവരെ ഈമാൻ സ്വീകരിക്കാത്ത ആളുകൾക്ക് പിന്നീട് ഈമാൻ സ്വീകരിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാവില്ല. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. സൂറത്തുൽ അൻആമിലെ ആയത്തിൻ്റെ ഭാഗമാണ്. يوم يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها
ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞോ? ഖുർആനിൽ പരാമർശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സൂറത്തുൽ അൻആമിലെ ഈ ആയത്താണ് 158-ാമത്തെ ആയത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലെ ചില ദൃഷ്ടാന്തങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ അതുവരെ വിശ്വാസമില്ലാതിരുന്ന ആളുകൾക്ക് വിശ്വാസം കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. അതുവരെ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് വിശ്വസിച്ചത് കൊണ്ട് കാര്യമുണ്ടാവില്ല. ആ 3 നബി തങ്ങൾ പറഞ്ഞു, സലാസുൻ, 3 തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ. ഒന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന പ്രതിഭാസമാണ്. വദ്ദജ്ജാലു, രണ്ടാമത്തേത് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന ആൻറ്റി ക്രൈസ്റ്റ് ആണ്. പിന്നെ വദാബത്തുൽ അർള്, ഭൂമിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രത്യേകമായ ജീവിയുണ്ട്, ഖിയാമത്തിൻ്റെ അടയാളമായി വരുന്ന ആ മൃഗമാണ്. ഇത് 3-ൽ 1 ഏതെങ്കിലും ഒന്ന് വന്നാൽ തന്നെ അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞ അടയാളങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് പുറപ്പെട്ടാൽ തന്നെ അതുവരെ ഈമാനില്ലാത്ത ഒരാൾ ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണല്ലോ എന്ന് വിശ്വസിക്കാൻ വന്നാൽ പോലും അവരുടെ ഈമാൻ സ്വീകരിക്കുകയില്ല എന്ന് വരെ ഈ ആയത്തിനർത്ഥമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ അല്ലാഹു സംരക്ഷിക്കുകയും നമ്മുടെ ഈമാൻ ഖൽബിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബാദിറൂ ബിൽ അമാലി സിത്ത. 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ സജീവമാക്കണം, അമലുകളെ കൊണ്ട് മുന്നേറണം എന്ന് പറഞ്ഞ 6 എണ്ണങ്ങളിൽ ലഭിതങ്ങൾ അദ്ദജ്ജാൽ. ഒന്ന് പറഞ്ഞത്, അവസാനം പറഞ്ഞത് ദജ്ജാലാണ്. ഖിയാമത്ത് നാളടക്കം 6 കാര്യങ്ങളെ ലഭിതങ്ങൾ പറഞ്ഞു. മരണം, അസുഖങ്ങൾ, ദാരിദ്ര്യം, ഇതെല്ലാം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അമല് കൊണ്ട് മുന്നേറണം. മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത് മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅതി ഖൽഖുൻ അക്ബറ മിനദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണവുമായി വരുന്ന ഒരു പരീക്ഷണവും ഒരു ഫിത്നയും ഈ ഉമ്മത്തിന് കാണാനില്ല. അത്രമേൽ വലിയ ഫിത്നയായിരിക്കും. മസീഹുദ് ദജ്ജാൽ വന്നാൽ ആളുകൾക്ക് അമല് ചെയ്യാൻ പോലും നേരം ഉണ്ടാവില്ല എന്നാണ് പേടിച്ചിട്ട്. ചർച്ചകൾ മുഴുവനും അതായിരിക്കും, വർത്തമാനങ്ങൾ മുഴുവനും അതായിരിക്കും. കാരണം അവന് ഫാസ്റ്റായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു തആല കൊടുക്കും. അവനൊരു പരീക്ഷണമാണ്. ലോകത്ത് മാജിക്കുകൾ കാണിക്കുമ്പോൾ പടച്ചോനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ദൈവമേ എന്ന് വിളിക്കും. ചില ആളുകൾ ചില ട്രിക്കുകൾ കാണിക്കുമ്പോൾ ഇല്യൂഷൻ, ബ്ലാക്ക് മാജിക് കാണിക്കുക, അതാണ് സിഹർ. അതിൻ്റെ വിഷയം വേറെ. അത്തരം ആളുകളെ ദൈവതുല്യം കാണുന്ന ആളുകൾ, എല്ലാ മതവിശ്വാസികളും പല മതങ്ങളിലുള്ള ആളുകൾ, മുസ്ലിമീങ്ങളും ഈമാൻ കുറഞ്ഞ ആളുകൾ അത്തരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തിന്മകൾ വരെ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ പറയാൻ പറ്റൂ. അല്ലാഹുവേതര പൈശാചിക ശക്തികളെ സമീപിക്കാൻ പടച്ചതമ്പുരാനിന് അള്ളാഹുവിൻ്റെ ദീനും റുഖിയ ശർഇയ്യയും വിശുദ്ധ ഖുർആനുമൊക്കെ ചികിത്സയുടെ മാർഗങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് ചികിത്സ തേടുന്നത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു, അത് ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉപദ്രവിക്കാൻ വേണ്ടി, ചില ഉപകാരങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ അറിയണം, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ വലിയൊരു അത്ഭുതമാണ് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന ഫിത്ന, പരീക്ഷണമായി വരുന്ന മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്നത്. ആകാശത്തോട് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് മഴ പെയ്യും. നമ്മൾ എന്ത് ചെയ്യും? കാണുന്ന ആളുകൾ വിശ്വസിക്കൂലേ? ജീവനുള്ള മനുഷ്യനും കൊന്നുകളയും, എന്നിട്ട് ജീവൻ കൊടുക്കും. ഒരു അറാബി വിളിച്ചിട്ട് പറയുമെന്നാണ്, അറാബി, നിന്റെ വാപ്പയെ ഉമ്മയെ ഞാൻ ജീവിപ്പിച്ചു തന്നാൽ നീ എന്നെ വിശ്വസിക്കുമോ? ഞാൻ അള്ളാഹുവാണെന്ന്, പടച്ചവനാണെന്ന്. ഇയാൾ പറയും അതേ എന്ന് പറയും. ഫയതമസ്സലു ലഹു ശൈത്വാൻ, പിശാച്ച് അവൻ്റെ വാപ്പയായിട്ട് പ്രത്യക്ഷപ്പെടും. നബി തങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാച്ച് വാപ്പയുടെ രൂപം പൂണ്ട് ഉമ്മയുടെ രൂപം പൂണ്ട് 2 പിശാച്ചുകൾ നിൽക്കും. അവർ പറയും, മോനെ ഇത് പടച്ചോനാണ് കേട്ടോ എന്ന് ഈ വാപ്പയും ഉമ്മയും അവനോട് പറയും. അങ്ങനെ ഈമാനില്ലാത്ത ഈ മനുഷ്യൻ, ദുർബലനായ മനുഷ്യൻ
അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാജിക്കുകളെ കരുതിയിരിക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് മസീഹ് ദജ്ജാലിൻ്റെ ഈ വരവിലൂടെ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അവൻ വരുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും സുരക്ഷിതമായി സംരക്ഷണം കിട്ടത്തക്ക വിധം നിങ്ങൾക്ക് കാവലായി ഞാനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഖ്റുജ് വഅന ഫീകും ഫഅന ഹജീജുഹു ദൂനകും. എൻ്റെ കാലത്താണ് അവൻ വരുന്നത് എങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ട സംരക്ഷണം നൽകാൻ ഞാനുണ്ടായിരിക്കും അവിടെ. വഇയഖ്റുജ് വലസ്തു ഫീകും ഫംറുഉൻ ഹജീജു നഫ്സിഹി. ഞാൻ നിങ്ങളിൽ നിന്ന് യാത്ര പിരിഞ്ഞതിൻ്റെ ശേഷമാണ്, എൻ്റെ വഫാത്തിൻ്റെ ശേഷമാണ് മസീഹു ദജ്ജാൽ വരുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ശരീരം സൂക്ഷിക്കണേ. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇൽമ് വേണം, കരുതിയിരിക്കണം, അറിവ് വേണം, ഇൽമ് സമ്പാദിക്കണം, ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് വേണം. ഈ മസീഹു ദജ്ജാലിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ ലോകത്ത് ഒരുപാട് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നമുക്ക് അല്ലാഹു കാണിച്ചു തരും. ഈ ഹദീസുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വലസ്തു ഫീകും ഫംറുഉൻ ഹജീജു നഫ്സിഹി. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ശരീരം സൂക്ഷിക്കണേ എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി കാവൽ ചോദിക്കണം, അള്ളാഹുവിനോട് കാവലിൻ്റെ വഴി ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാസി ഫഅത്ന അലല്ലാഹി ബിമാ ഹുവ അഹ്ലു. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സനാ ചൊല്ലി ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് മസീഹു ദജ്ജാലിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. ഫഖാൽ ഇന്നി ലഉൻദിറുകുമൂ. ഞാൻ അവനെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. വമാ മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഖൗമഹ. ഓരോ നബിയും അവരവരുടെ സമൂഹത്തിന് ഇവനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. വലാകിന്നി സഅഖൂലു ലക്കും ഫീഹി ഖൗലൻ ലം യഖുൽഹു നബിയ്യുൻ ഖബ്ലി. എൻ്റെ മുമ്പ് വന്ന ഒരു നബിയും പറയാത്തത്, ഒരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ലാത്ത അറിവ് അവനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നു. ഇന്നഹു അഅ്വറു വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ. അറിയണേ അവൻ ഒറ്റക്കണ്ണനാണ്, അറിയണേ അവൻ ഒറ്റക്കണ്ണനാണ്. വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ. അല്ലാഹു ന്യൂനതയുള്ളവനല്ല, അല്ലാഹു ഒറ്റക്കണ്ണനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഅലമൂന അന്നഹു അഅ്വറു വ അന്നല്ലാഹ ലൈസ ബിഅഅ്വർ. അവൻ ഒറ്റക്കണ്ണനാണ്. ഇന്ന് ലോകത്ത് പിരമിഡും ഒറ്റക്കണ്ണും എന്നത് ഒരു സിമ്പലാണ്. അമേരിക്കൻ ഡോളറിൻ്റെ $1 ബാക്കിൽ കാണാൻ പറ്റിയത് ഒരു പിരമിഡും ആ പിരമിഡിൻ്റെ മുകളിൽ ഒരു ഒറ്റക്കണ്ണും. പിരമിഡ് ദുശക്തികളുടെ ഒരു അടയാളമായിട്ടാണ് ആളുകൾ കാണുന്നത്. പൈശാചിക ശക്തിയുടെ അടയാളമാണ് അത്ര പിരമിഡ്. കാരണം പിരമിഡിൻ്റെ നിർമ്മാണങ്ങളിൽ പിശാചുക്കളുടെ സഹായങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കയിൽ പിരമിഡില്ല, പക്ഷെ അവരുടെ ഡോളറിൻ്റെ ബാക്കിൽ പിരമിഡ് കാണും. ഒരു സിംഗിൾ $1 എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ബാക്കിൽ പിരമിഡ് ഉണ്ടാവും, ഒരു ഒറ്റക്കണ്ണുണ്ടാവും. ഈ ഒറ്റക്കണ്ണ് എന്തിനാണ്? ഒറ്റക്കണ്ണ് എന്താണ്? മസീഹു ദജ്ജാലിൻ്റെ വിഷയങ്ങളിലെ ഒറ്റക്കണ്ണിൻ്റെ ചർച്ച വന്നിട്ടുള്ളൂ. നമ്മുടെ ട്രഡീഷനാവട്ടെ, സെമിറ്റിക് മതങ്ങളുടെ ട്രഡീഷനാവട്ടെ, ഒറ്റക്കണ്ണുള്ള ഒരു സാധനം എന്ന് പറയുന്നതിൽ ഇപ്പോൾ കാർട്ടൂണുകളുണ്ട്. ചില മിനീസും അതും ഇതൊക്കെ ഒറ്റക്കണ്ണുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ കാർട്ടൂണിൽ കാണുന്നുണ്ട്, പല ഗെയിമുകളിലും. പക്ഷെ ഇവരത് അതേ കൊണ്ടു നടക്കുന്നൊരു സംഗതിയാണ്. ദുശക്തിയും ലോകത്തിൻ്റെ വിമോചകനാണ് എന്ന് അവർ പറയുന്ന, ലോകത്തിൻ്റെ സംഹാരകനായി വരുന്ന എന്ന് നമ്മൾ വിചാരിക്കുന്ന മസീഹു ദജ്ജാലിൻ്റെ അടയാളമാണ് ഒറ്റക്കണ്ണ്. ഇന്നഹു അഅ്വറു വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ. അല്ലാഹു ഒറ്റക്കണ്ണനല്ല, അവൻ ഒറ്റക്കണ്ണനാണ്. മംസൂഹുൽ ഐൻ, അവൻ്റെ വലത് കണ്ണ് അങ്ങ് തേച്ചുമാച്ച് കളഞ്ഞ പോലെയാണ്. അതുകൊണ്ടാണ് അവനെ മസീഹ് എന്ന് തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, അവൻ അല്ലാഹു അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിസ്കാരത്തിലും നമ്മൾ അത്തഹിയാത്തിൽ ഇത് പറയാണ്. അത്തഹിയാത്തിൽ ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അല്ലാഹുവേ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാക്കേണമേ എന്ന് ഫിത്നത്തുൽ നാറും ഫിത്നത്തുൽ ഖബറും
ഫിത്നത്തുൽ മഹ്യാ വൽ മമാത് വ ഫിത്നത്തുൽ മസീഹുദ് ദജ്ജാൽ. 4 ഫിത്നകളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹുവേ കാവൽ തരയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് സലാം വീട്ടുക. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട്. പുണ്യനിബിതങ്ങൾ പഠിക്കാൻ പറഞ്ഞ വിഷയമാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. നിർബന്ധമായും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കണം ഇന്നു മുതൽ. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാരും അവൻ വരുന്ന സമയത്ത് എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടണ്ട. അവൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ഫഖറഉ അലൈഹി ഫവാത്തിഹ സൂറത്തുൽ കഹഫ്, സൂറത്തുൽ കഹഫിൻ്റെ ആദ്യ ഭാഗം, ചില റിവായത്തുൽ 10 ആയാത്ത്, 10 ആയത്തുകൾ നിങ്ങൾ ഓതണം. അത് നിങ്ങൾക്ക് കാവലാണ്. മസീഹുദ് ദജ്ജാലിൽ നിന്നത് കാവലാണെങ്കിൽ അവനെപ്പോലെയുള്ള ഫിത്ന ഇനി വേറെ ഇല്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഫിത്നകൾ അവൻ്റെ താഴെയാണ്. അതുകൊണ്ട് മറ്റെല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. അസ്ഹാബുൽ കഹഫിൻ്റെ ചരിത്രം പറയുന്ന ഭാഗം അത് പഠിച്ചു വെക്കുക. മക്കളോട് പഠിക്കാൻ വേണ്ടി പറയാം, നമ്മളും പഠിച്ചു വെക്കുക. അത് വലിയൊരു കാവലാണ്. എന്തെങ്കിലും ഒരു ഫിത്ന, മഹാന്മാർ പറയും, ചില ആളുകൾ പറയും എനിക്ക് പിന്നെ മോശപ്പെട്ട വീഡിയോ കണ്ട് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഈമാൻ ഇളകൊന്നുമില്ല. ഈമാൻ ഇളകും, പേടിക്കണം. ഹറാമായൊരു കാര്യം അല്ലെങ്കിൽ വ്യഭിചാരം നടക്കുന്ന സ്ഥലം, ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാനും പോയി നോക്കട്ടെ എന്താ അവിടുത്തെ കഥയെന്ന്. പോവണ്ട, നിങ്ങളുടെ ഈമാൻ ഇളകും. അത് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്കത് കണ്ടാലൊന്നും എൻ്റെ ഈമാൻ ഇളകൂല എന്ന് പറയണ്ട. കാരണം പിശാച്ചിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തിന്മകളിലേക്കുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളാരും ഒരു ഫിത്നയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോൺഫ്രണ്ട് ചെയ്യാൻ പോകരുത്, എതിരിടാൻ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ.